സംസ്ഥാനത്ത് വവ്വാലുകളിൽ വീണ്ടും നിപ്പ സാന്നിധ്യം. വൈറസ് സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പഴംതീനി വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ഫ്രണ്ടിയർ ഇന്റർനാഷണൽ മാഗസിന്റെ മാർച്ച് ലക്കത്തിലാണ് വടക്കൻ കേരളത്തിലെ വവ്വാലുകളിൽ വീണ്ടും നിപ്പ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായുള്ള പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, മണാശ്ശേരി, കുറ്റ്യാടി, തളീക്കര, കള്ളാട്, വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ നിപ ബാധിത മേഖലകളിൽ നിന്നും എല്ലാ വർഷവും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചു വരുന്നുണ്ട്. പതിവ് പരിശോധനയുടെ ഭാഗമായി 2023 ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളിൽ ശേഖരിച്ച വവ്വാലുകളുടെ സ്രവത്തിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. 272 വവ്വാലുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 20.9% നിപ വൈറസ് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയതായാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം 44 വവ്വാലുകളുടെ കരൾ, പ്ലീഹ എന്നിവയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ 4 വൈറസ് സാന്നിധ്യം കണ്ടെത്തി. മുൻപുണ്ടായിരുന്ന നിപ വൈറസുമായി 99% ജനിതക സാമ്യമുള്ളവയാണ് ഇപ്പോൾ കണ്ടെത്തിയ വൈറസ്. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.